സർ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജനപിന്തുണയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവ്. ആ നേതാവ് പൊതുജനങ്ങളെ പൊതുവേദിയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു പ്രസ്താവന നടത്തുന്നു. പിന്നീട് ആ പ്രസ്താവന സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു. ആ പാർട്ടിക്ക് തലവേദനയാവുന്നു. ഒരു ക്രിമിനൽ കുറ്റം പോലെയൊക്കെ ഒരു കേസൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു സംഗതിയായി ആ പ്രസ്താവന മാറുന്നു. ഉടനെ ഈ നേതാവ് വീണ്ടും പൊതുജന മധ്യത്തിലെത്തുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, താൻ പറഞ്ഞത് ഒരു കളവാണെന്ന രീതിയിൽ വരെ അദ്ദേഹം പറയുന്നു. ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്താണ്? പൊതുജനങ്ങളോട് എന്ത് ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്? ഒപ്പം ജി സുധാകരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജി സുധാകരൻ സത്യം പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. 1989 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന ദേവദാസിന് CPM-ലെ ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ആൾക്കാര് വോട്ട് ചെയ്യുകയില്ല എന്നുള്ള ഒരു വിവരം പാർട്ടിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ CITU-വിൽപ്പെട്ട അല്ലെങ്കിൽ CITU-വുമായിട്ട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട തൊഴിലാളി യൂണിയനുകളിലെ സഖാക്കന്മാര് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പാർട്ടിക്ക് മനസ്സിലായി. അപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി തോൽക്കും എന്ന ഒരു ഭയം പാർട്ടിയെ പിടികൂടി. ഈ സമയത്ത് തപാൽ വോട്ടുകൾ കൃത്യമായും വോട്ട് ചെയ്യാൻ വേണ്ടി തപാൽ വോട്ടുകൾ ചെയ്ത് ഒട്ടിച്ച് കൈമാറുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. ഈ തപാൽ വോട്ടുകൾ പാർട്ടി കളക്ട് ചെയ്ത് അതെല്ലാം പാർട്ടി ഓഫീസിൽ വെച്ച് തുറന്നു നോക്കി അത് വേണ്ട രീതിയിൽ അതില് വോട്ട് തിരുത്തി ചേർത്ത് അത് വോട്ടാക്കി മാറ്റി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇതിന്റെ പേരിൽ ആലപ്പുഴ സൗത്ത് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പോലീസ് കേസ് നിലവിൽ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു കേസിലേക്ക് പോകുമെന്ന് ജി സുധാകരൻ അറിയാം. അതുകൊണ്ട് ജി സുധാകരൻ നേരത്തെ പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ കേസെടുത്താലും എനിക്ക് വിരോധമില്ല, ഞാൻ സത്യം പറയും എന്നുള്ള നിലയിൽ അദ്ദേഹം സത്യം പറയുകയും ചെയ്തു. ഇപ്പൊ ജി സുധാകരൻ ഇത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർ തുറന്നു പറയുന്നില്ല. അവര് കാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു പാർട്ടി, CPIM എന്ന് പറയുന്ന ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, നെഹ്റുവിന്റെ കാലത്ത് പ്രതിപക്ഷം, പാർലമെന്റിലെ പ്രതിപക്ഷമായിരുന്ന പാർട്ടി, ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന പാർട്ടി, അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി ഈ തരത്തിൽ ഒരു പ്രതികരണം നടത്തുകയും കേസെടുത്താലും എനിക്ക് വിരോധമില്ല എന്ന് പറയുകയും കേസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സാഹചര്യം. എന്തുകൊണ്ടാണ് CPM-ന്റെ നേതാക്കന്മാർക്ക് ഇങ്ങനെ പറയാനും അങ്ങനെ പ്രവർത്തിക്കാനും സാധിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ നീതു ചോദിച്ചതിന്റെ ഒരു ലക്ഷ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് CPM എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജനാധിപത്യ വിശ്വാസമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും, തോക്കിൻ കുഴലിലൂടെ അധികാരം, അട്ടിമറിയിലൂടെ അധികാരം, അക്രമത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രൂപരേഖ, മാർഗദർശനം അങ്ങനെ തന്നെയാണ്, പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഇവര് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്? കേരളത്തിൽ വന്ന് തോക്കെടുത്ത് നോക്കി, വായുകുന്തമെടുത്ത് നോക്കി, ബോംബെറിഞ്ഞ് നോക്കി, നടന്നില്ല. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും മാവോയിസ്റ്റുകൾ അടക്കമുള്ളവർ ഇപ്പോഴും അത് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം, ഇവിടുത്തെ സുശക്തമായിട്ടുള്ള പോലീസ് സേന, പട്ടാളം, ഇതിനോട് ഏറ്റുമുട്ടി ഇന്ത്യയില് തോക്കെടുത്തിട്ടോ ബോംബെറിഞ്ഞിട്ടോ അധികാരം പിടിക്കാൻ പറ്റില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അവര് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അടവു നയം. നമ്മൾ ഓർക്കുക, വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അടവു നയം. എന്താണ് ഈ അടവു നയം? അതായത് പുറമേ പറയുന്നതല്ല അകമേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അകമേ ചെയ്യുന്നതല്ല പുറമേ പറയുന്നത്. ഇതാണല്ലോ അടവു നയം എന്ന് പറയുന്നത്. അങ്ങേയറ്റം മ്ലേച്ഛവും ജുഗുപ്സാവഹവുമായ ഒരു രാഷ്ട്രീയ അശ്ലീല പദമാണ് അടവു നയം. അത് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത പാർട്ടിയാണ് CPM. ഞങ്ങൾ സ്വീകരിക്കുന്ന അടവു നയം, തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന അടവു നയം എന്ന അഭിമാനത്തോടെയാണ് പറയുന്നത്. അപ്പോ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ ബോധമോ ജനാധിപത്യ വിശ്വാസമോ മര്യാദയോ ഇല്ലാത്ത പാർട്ടിയാണ് CPM. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മതി, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ട് ചെയ്യുക, ബൂത്ത് പിടിക്കുക, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ തപാൽ വോട്ട് തിരുത്തി വേറെ വോട്ടാക്കുക, വോട്ട് ചെയ്യാൻ വരുന്നവരെ അടിച്ചോടിക്കുക, അല്ലെങ്കിൽ മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക. ഈ കണ്ണൂർ ഭാഗത്തൊക്കെ മരിച്ചുപോയ ആൾക്കാരുടെ
പിൻഗാമികളെല്ലാം പോളിംഗ് ബൂത്തിന്റെ അടുത്ത് രാവിലെ വരും. കാരണം അച്ഛനും അപ്പൂപ്പനും എല്ലാം മരിച്ചുപോയവരെല്ലാം വോട്ട് ചെയ്യാൻ വരുന്നത് കാണാൻ വേണ്ടിയാ. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നടത്താൻ ഒരു പാർട്ടിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക. ഇത് ഒരു ബൂർഷ്വാ സങ്കല്പമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിൽ അട്ടിമറിച്ചിട്ട് അധികാരം പിടിക്കാം. തോക്കുകൊണ്ട് അധികാരം പിടിക്കാനുള്ള കഴിവില്ല. ബോംബ് എറിഞ്ഞിട്ട് അധികാരം പിടിക്കാനുള്ള കഴിവില്ല. പട്ടാള അട്ടിമറി സാധ്യമല്ല. അതുപോലെ തന്നെ ബഹുജനങ്ങൾ ഒരു ഭരണകൂടത്തെ ഇറക്കി വിട്ടിട്ട് ഇവിടുത്തെ ഭരണം പിടിക്കാനും സാധ്യമല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഗതികേട് കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, സ്വന്തം സഖാക്കൾ CITU-കാർ വോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത വോട്ട് തിരുത്തുക. അങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക. ഇത് സുധാകരൻ തുറന്നു പറഞ്ഞു. കേസ് വന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് കഴിഞ്ഞു. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ഏത് മനുഷ്യനാണെങ്കിലും ഒരു ജൈവ ജീവിയാണല്ലോ. കുറെ കാലം കഴിയുമ്പോൾ അകത്തുള്ള അടക്കി മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എക്സോസ്റ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് അദ്ദേഹം രാമായണം എടുത്ത് വായിക്കുന്നു. രാമായണം ചുട്ടുകളയണമെന്ന് പറഞ്ഞ പാർട്ടി, അമ്പലം പൊളിക്കണമെന്ന് പറഞ്ഞ പാർട്ടി, അമ്പലം പൊളിച്ചിട്ട് അവിടെ കപ്പയിടണമെന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയുടെ മുൻ മന്ത്രി ഇപ്പോ രാമായണം എടുത്ത് വായിക്കുന്നു. അതിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, ഒരു ആത്മസംതൃപ്തി കിട്ടും. അങ്ങനെ ഒരു ആത്മസംതൃപ്തിയാണ് ഈ സത്യം തുറന്നു പറഞ്ഞതിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതൊരു തുടക്കമാവട്ടെ എന്ന് ഒരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. ഇനിയും കേരളത്തിലെ പല മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധ്യതയുണ്ട്. ഇപ്പോ 45,000 പേരെയാണ് ബംഗാളിൽ CPM-കാർ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. തെളിവ് വരാതിരിക്കാൻ വേണ്ടി ഒരു ചാക്ക് ഉപ്പും കൂടെ ഇട്ട് കുഴിച്ചു മൂടിയാൽ പിന്നെ തെളിവ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ നമ്മളിവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വീർപ്പുമുട്ടലുകളും ഇങ്ങനെയുള്ള കുമ്പസാരങ്ങളും ഒക്കെ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നേതാക്കന്മാരുടെ ഈ തുറന്നു പറച്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭാവിയിൽ എങ്ങനെ ബാധിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി ഏതാണ്ട് എഴുതപ്പെട്ടതാണ്. അത് അസ്തമിച്ചതാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവരിപ്പോൾ MP-മാരെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ 4 MP-മാരാണ് ഇന്ന് ലോക്സഭയിലുള്ളത്. ആ 4-ൽ 3 MP-മാരും മറ്റു പാർട്ടികളിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തതാണ്. ഇപ്പോ 2 MP-മാരെ DMK-യിൽ നിന്ന് വില കൊടുത്ത് മേടിച്ചതാണ്. 1 MP-യെ കോൺഗ്രസിൽ നിന്ന് മേടിച്ചതാണ്. 1 MP മാത്രമാണ് കേരളത്തിൽ നിന്ന് സ്വന്തമായിട്ട് ജയിച്ചത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തമായിട്ട് MP-മാരെ ജയിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് പാർട്ടിക്ക് വന്ധ്യത ബാധിച്ചിരിക്കുന്നു എന്ന് പാർട്ടി തുറന്നു സമ്മതിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വരുമ്പോൾ ഈ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇന്നലെ ചെയ്ത മഹാപാതകങ്ങളാണ് പാർട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന് പാർട്ടിയിലെ മഹാരഥന്മാർക്ക് തന്നെ ഒരു കുംഭസാരം നടത്താതെ മരിക്കാൻ വയ്യ. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് പറയണം ഈ സത്യം എന്നുള്ള വീർപ്പുമുട്ടലാണ് സുധാകരൻ പ്രകടിപ്പിച്ചതെങ്കിൽ ഇനി നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇതുപോലെയുള്ള സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. എന്തായാലും സുധാകരന്റെ ഈ ഒരു കുമ്പസാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ തലവേദന ചെറുതല്ല. ഒപ്പം ആയ കാലത്ത് എന്ത് ചെയ്തു എന്നുള്ള വീരഗാഥകൾ ഇന്നൊരു ക്രിമിനൽ കുറ്റം വരെ ആയേക്കാവുന്ന തരത്തിൽ ജയസൂര്യൻ സാറിന് അറിയാലോ ഏതൊക്കെ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ പാകത്തിലാണ് സുധാകരന്റെ ഒരു പ്രസ്താവന എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിലൊക്കെ വീണ്ടും വീണ്ടും പാർട്ടിയിൽ സുധാകരൻ ഇതാ ഒരു തലവേദന സൃഷ്ടിക്കുന്നു. അദ്ദേഹം തുടർച്ചയായി പറയുന്ന പല പ്രസ്താവനകളും CPM-ന് തിരിച്ചടിയാവുകയാണ്. അപ്പോൾ സുധാകരനെ ഒതുക്കാം എന്ന് പാർട്ടി കരുതുന്നുണ്ടെങ്കിൽ കൂടി തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ പ്രസ്താവനകൾ പലതും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ കുമ്പസാരങ്ങളായി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.